ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. കാനാവിലെ കല്യാണം മുതൽ വിരിച്ചൊരുക്കിയ മാളിക വരെയും അവിടെ വന്ന ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ വലിയ സന്തോഷത്തോളവും നമ്മൾ നോമ്പെടുക്കുകയാണ്. തീർച്ചയായിട്ടും കാനാവിലെ കല്യാണം നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. യേശു തമ്പുരാൻ ആദ്യമായിട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നത് ഒരു വിവാഹവേദിയിലാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കുടുംബജീവിതത്തിന് നൽകുന്ന ഏറ്റവും വലിയ പ്രാധാന്യത്തെ ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതകളും ലഹരിയും നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, മറ്റു പല ലഹരികൾക്കും പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്ന കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ഈ സന്ദേശം വളരെ പ്രസക്തമാണ്. നമ്മുടെ ജീവിതമാകുന്ന പരിസരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങൾ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും ഉയരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹം നിറഞ്ഞതായി തീരൂ എന്നുള്ളത് മറന്നു പോകരുത്. ഒന്നാമതായിട്ട് കാനാവിലെ കല്യാണത്തിൽ നമ്മൾ കാണുന്നത് കുറേയേറെ പ്രതിസന്ധികളാണ്. ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ തന്നെ അപമാനിതരായി പോകുന്ന അവസരങ്ങളിൽ ക്രിസ്തു അവിടെ ഇടപെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പരാജയത്തിൻ്റെയും നമ്മളുടെ നോവുകളുടെയും നമ്മളുടെ പ്രതിസന്ധികളുടെയും നടുവിൽ ക്രിസ്തുവിന് അവസരം കൊടുക്കുമ്പോൾ അതുവരെ കാണാത്തതിനേക്കാൾ വലിയ അനുഗ്രഹം അവിടെ ഉണ്ടാകുമെന്നാണ് ഒന്നാമതായിട്ട് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മളുടെ ഒരു പ്രശ്നം, നമ്മളുടെ സ്വാർത്ഥതയുടെ തടങ്കലിൽ നിന്നുകൊണ്ട്, നമ്മളുടെ സുഖത്തിൻ്റെ തടവിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടേതായ ചില തെറ്റായ കാഴ്ചപ്പാടുകളുടെ ഒക്കെയും തടവറയിൽ നിന്നുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ വീക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ക്രിസ്തുവിന് പ്രവർത്തിക്കുവാൻ പോലും സാധ്യമല്ലാതെ പോവുകയാണ്. അവിടെയാണ് ശൂന്യമായിരിക്കുന്ന 6 കൽഭരണികളെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പല മുൻവിധികളുടേതായ മുൻധാരണകളുടേതായ കൽഭരണികളായി നമ്മുടെ ഹൃദയം മാറാറുണ്ട്. അസൂയയും വിദ്വേഷവും കാപട്യവും സ്നേഹമില്ലായ്മയും ഒക്കെ നമ്മളുടെ ഹൃദയത്തെ നിറച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എവിടെയാണ് ക്രിസ്തുവിന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത്? ഗുരുവിൻ്റെ അടുക്കിലേക്ക് ശിഷ്യൻ വരുമ്പം ശിഷ്യനോട് ഗുരു പറയുന്നുണ്ട്, ഡ്രോപ്പ് ഇറ്റ്, താഴെ ഇടുക. ശിഷ്യൻ തൻ്റെ കൈകളിലുള്ളതൊക്കെ ഉപേക്ഷിക്കുന്നുണ്ട്. വീണ്ടും ഇതേ വാക്ക് തന്നെ ആവർത്തിക്കുന്നുണ്ട്, ഡ്രോപ്പ് ഇറ്റ്. അപ്പോൾ ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ കളഞ്ഞു, ഇനി എന്താണ് കളയാനുള്ളത്? ശിഷ്യൻ പറയുന്നു, നിന്റെ അഹങ്കാരം, നിന്റെ സ്വാർത്ഥത, നിന്റെ ഞാനെന്നുള്ള ഭാവം, ഇതൊക്കെ കളയുക. പ്രിയപ്പെട്ടവരെ, നോമ്പും അതാണ്. നമ്മളെ തന്നെയൊന്ന് ശുദ്ധീകരിക്കുന്ന, നന്മയോട് ചേർന്ന് നിൽക്കുന്ന, വിശുദ്ധിയോട് ചേർന്ന് നിൽക്കുന്ന ദിവസങ്ങളാകട്ടെ. കാനാവിലെ കല്യാണത്തിൽ തുടങ്ങുന്ന ഈ വലിയ യാത്ര ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ വലിയ സന്തോഷം കണ്ടെത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.